സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഓണത്തിന് ഒരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന സമ്മിശ്ര പച്ചക്കറി പരിപാടി ഉജ്ജയിനി കൾച്ചർ സെൻ്റർ വെച്ച് 13/7/2026 തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് കൊയിലാണ്ടി കൃഷി ഓഫീസർ ഷംസുദ്ദീനും പെരുവട്ടൂർ മുനിസിപ്പൽ കൗൺസിലർ ദിനേശും ചേർന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ നടക്കുന്ന പരിപാടി എന്താ വെച്ചാൽ ഇവിടെ കൃഷി ഓഫീസർ വിരഞ്ചിട്ട് ഒരു ഓണത്തിന് പച്ചക്കറി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊയിലാണ്ടി കൃഷി ഓഫീസർ കീഴിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഇവിടെ വിരഞ്ചിട്ട് ഈ കൃഷി ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇവിടെ കൃഷി നടുകയാണ്. കൃഷി ഇവിടെ തക്കാളി അതുപോലെ കൃഷികളൊക്കെ ഇവിടെ നടുകയാണ്. സംസ്കൃതി എന്നാണ് അവരെ കൃഷി ഓഫീസർ പേര്. പിന്നെ കൂടത്ത് തന്നെ നമ്മുടെ ഇവിടെ ഈ ഏരിയയുടെ കൗൺസിലർ ദിനേശ് വന്നിട്ടുണ്ട്. കൗൺസിലർ ആണ് പരിപാടി കൃഷി ഉദ്ഘാടനം ചെയ്ത് പിന്നെ അവർ നടയില്ല. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് പരിപാടി പങ്കെടുക്കുന്ന വേറെ വ്യക്തി എന്താ വെച്ചാൽ നമ്മളെ രവി എന്ന് പറഞ്ഞ ആൾ, നമ്മുടെ നാട്ടിൽ അഞ്ചും തന്നെയാണ്. അദ്ദേഹം ഈ കൃഷിപ്പടി അദ്ദേഹമാണ് ഇവിടെ എല്ലാ കൃഷിപ്പടികൾ കൃഷ്ണത വഹിക്കുന്ന ആൾ. അദ്ദേഹം പരിപാടി പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഞാനും നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഇവർ ആദ്യമായിട്ട് പറഞ്ഞ ഈ സംശുദ്ധി പറഞ്ഞ കൃഷി ഓഫീസർ ഉണ്ടല്ലോ, വരുന്നതിന് മുമ്പ് തന്നെ അനില പാലേരി എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷി ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അവർ നമ്മളെ തിരുവാതിര ആഘോഷം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മൾ കൃഷി ഓഫീസർ നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ അടുത്ത ഈ സംശുദ്ധ വന്ന ശേഷം ചെയ്ത കാര്യം എന്താ വെച്ചാൽ അവർ ഒരു പരിപാടി ഇട്ടു. അതായത് ഈ മഞ്ഞൾ ഇഞ്ചി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. അതിലേക്ക് മഞ്ഞൾ ഇഞ്ചി കൃഷിയും കൂടി ഉള്ള പരിപാടി ഇട്ട് പിന്നെ ഇതുണ്ടല്ലോ ഈ പച്ചക്കറി കൃഷി, അതായത് പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള കൃഷീൻ്റെ വേറെ പ്രോഗ്രാം അവരിട്ടിരുന്നു. അതിനും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഇവരുണ്ടല്ലോ ഇവർ സബ്സിഡി വളത്തിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാ വെച്ചാൽ ഒരേക്കറിൽ ഇതാക്കി 70 സെൻറ്റാണ്. 10 സെൻറ്റിന് 7 തെങ്ങിന് പോലെ കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിയിട്ട് 100 രൂപ, ഒരു തെങ്ങിന് 100 രൂപ. അങ്ങനെ ഇവിടെ 49 തെങ്ങ് അവിടെ ഉണ്ടാക്കി. ഇങ്ങനെ 4900 രൂപ നമുക്ക് സബ്സിഡി ആയി തരാനുള്ള ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിപാടികൾ കൃഷി നശിച്ച് നടത്തുന്ന പരിപാടികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംഭവം ഒരു പരിപാടിയായിട്ട് നമ്മൾ സഹകരിക്കുന്നു. പറഞ്ഞ ഭരണകൂടം ആരായിരുന്നു ഇതിപ്പോൾ ഈ പറഞ്ഞ ഭരണകൂടമല്ല. അതിന് മുമ്പ് വന്ന് ഇടതുപക്ഷമായ സമയത്തും നമ്മൾ കൃഷിയുടെ കാര്യത്തിൽ ഇവരായിട്ട് ഇവിടുത്തെ ഓഫീസായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പം അതിലിപ്പോൾ നമുക്കതൊക്കെ ഈ കൃഷി സ്ഥലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇവർ വന്നിട്ടുണ്ട്. അതായത് തൊഴിലുറപ്പ് പദ്ധതിക്കാർ, അതായത് ഇവിടെ ഷൈജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ്സാണ്, അവർ കൗൺസിലായിരുന്നുണ്ട്. അപ്പോൾ അവരുടെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ വന്നിട്ടാണ് ഇവിടെ ഈ സ്ഥലമൊക്കെ ഏർപ്പാടാക്കി. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ചില പരിപാടികളൊക്കെ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ കലിയനാഘോഷം നടത്താം. കലിയനാഘോഷം പറഞ്ഞാൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്താ വെച്ചാൽ നമ്മൾ അദ്ദേഹം മിഥുന അവസാന ദിവസം കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ കലിയാകാരിയായിട്ട് ചക്കയമ്മയെ കൊടുത്ത് നമ്മുടെ ശ്രാവണ വനം ചെയ്യുന്ന ഒരാഘോഷമാണ്. അത് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ല സ്പിരിറ്റ്, ജനങ്ങളെ ഒരു സ്പിരിറ്റ് വർദ്ധിപ്പിക്കാൻ, ഭൂമിയോടുള്ള അറ്റാച്ച്മെൻറ്റ് വർദ്ധിക്കാൻ ഉപകരിക്കുന്ന ആണ്. അപ്പോൾ അത് ഇവിടെ നടത്തിയപ്പം ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പല ആൾക്കാർ ഇതായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇപ്പം വരും, സത്യൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഇവിടെയുള്ള ആണ്. അപ്പോൾ ഇവിടെയുള്ള തമ്പിൽ അയാളാണ് മാക്സിമം ഇതിൻ്റെ ഒരു സംസ്ഥയായിട്ട് മുന്നോട്ട് പോകുന്നത്. അയാൾക്ക് കേരള ഗവൺമെൻറ്റിന് അവാർഡ് കിട്ടിയാണ്. അതായത് മദ്യത്തിനെതിരായിട്ടൊക്കെ കുറേ വളരെയധികം ആക്ടിവിറ്റിയൊക്കെ നടത്തിയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് തടസ്സമുണ്ട്. അതെന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ ഒരു കിഡ്നി പേഷ്യൻറ്റ് അസുഖം എന്തോ മാരകമായ അസുഖമുള്ള ഒരു വ്യക്തി, ചെറിയ പയ്യൻ. അപ്പോൾ അവനെ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ്റെ ജോലി, അവൻ്റെ സുഖക്കേടിന് വേണ്ടിയിട്ട് 50 ലക്ഷം ഉറുപ്പികയുള്ള ചിലവുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിരിവടത്തി 50 ലക്ഷം ഉറുപ്പിക ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് കഴിയുന്ന അത്ര ആക്റ്റീവായി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ചടങ്ങ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നമ്മളെ കലയം നടത്തിയതിൻ്റെ സ്പിരിറ്റ് ഉണ്ടല്ലോ, ഈ സ്പിരിറ്റ് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി വയ്ക്കുന്നത്. അതായത് ഈ മാരകമായ രോഗത്തിന് പ്രവർത്തിക്കാൻ ഒന്നിക്കാൻ ശക്തി കിട്ടുകയാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സ്പിരിറ്റും ഒരു കാരണമായിട്ടുള്ള എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതോടൊപ്പം തന്നെ
വേറൊരു വ്യക്തി എന്താ വെച്ചാൽ നമുക്കിവിടെ ഇവിടെ തെങ്ങേറ്റ പരിശീലനം ഉണ്ടല്ലോ. തെങ്ങേറ്റ പരിശീലനം ഇവിടെ ഒരു 1,500 1,500 പേരുണ്ട് തെങ്ങേറ്റ പരിശീലനം കൊടുത്തിട്ടുണ്ട്. തെങ്ങേറ്റ പരിശീലനം കൊടുത്തപ്പോൾ അപ്പോൾ അതിൽ നമ്മുടെ ഉഷാറായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു സംഘടന, അതായത് തെങ്ങ് കയറ്റ പരിശീലന ട്രേഡ് യൂണിയൻ, തെങ്ങ് കയറ്റ യന്ത്രവർക്ക് തെങ്ങ് കയറ്റ യൂണിയൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ നേതാവ് കൂടിയാണ് ശ്രീധരൻ. അദ്ദേഹം 2 വാക്ക് അദ്ദേഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ 2016 തെങ്ങേറ്റ തൊഴിലാളി യൂണിയൻ, യന്ത്രവൽകൃത തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി രൂപീകരിച്ചു. ഇന്നിവിടെ കോക്കനറ്റ് ബോർഡിൻ്റെ തെങ്ങേറ്റ പരിശീലനം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലേരിയിലെ ഒരു 3 വയസ്സുകാരൻ ഒരു പുതിയൊരു മാറാരോഗമായിട്ട് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അതിന് കോടിക്കണക്കിന് ഉറുപ്പിക വേണ്ടിയായിരുന്നു. അന്ന് പാലേരിയിലുള്ള ഇബ്രാഹിം കുട്ടി സാഹിബും അതുപോലെ തന്നെ സത്യം കടിയങ്ങാട് കൂടി ചെയർമാനും കൺവീനറുമായിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ ഈ തെങ്ങേറ്റ തൊഴിലാളി യൂണിയനിലെ എല്ലാ സഹപ്രവർത്തകന്മാരുടെയും സജീവമായ ഊണും ഉറക്കമില്ലാതെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ബിരിയാണി ചാലഞ്ച് നടത്തി 1,00,000 റുപ്യ ആ കുടുംബത്തിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. ആ കുടുംബത്തിനെ ഏൽപ്പിച്ചപ്പോൾ അതിൻ്റെ കൺവീനറായ ഇബ്രാഹിംകുട്ടി സാഹിബ് പറഞ്ഞത്, ഞങ്ങൾ പല യൂണിയൻ്റെയും പല തൊഴിലാളികളുടെയും പല ആളുടെയും ഫണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഒരു തെങ്ങേറ്റ തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 റുപ്യ പോലും ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് വലിയ ഒരു കാര്യമായിപ്പോയി. ആ കുട്ടിയുടെ പുഞ്ചിരിക്കിൻ്റെ ഒരു ഭാഗം ഈ തെങ്ങേറ്റ തൊഴിലാളി യൂണിയൻ്റെ ഒരു പ്രവർത്തനവും കൂടിയാണെന്നുള്ളത് പറഞ്ഞാൽ അതൊന്നും ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. അതിൻ്റെ ഒറ്റ കാരണക്കാർ നമ്മുടെ ഈ സ്ഥാപന ഉടമ നമ്മുടെ വേണുട്ടൻ തന്നെയാണ്. ഇങ്ങനെ ഒരു തെങ്ങേറ്റ പരിശീലനത്തിന് ഈ ബിൽഡിങ് കൊടുക്കുകയും അതിൻ്റെ കൂടെ ഞങ്ങളുടെ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ നാട്ടിലെ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ തെങ്ങേറ്റ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിധിവരെ ഈ തെങ്ങേറ്റ ക്ഷാമം പരിഹരിക്കാൻ ഈ വേണുട്ടൻ ഈ ബിൽഡിങ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഏതായിരുന്നാലും അദ്ദേഹം അതുകൂടെ അദ്ദേഹം എല്ലാ പരിപാടിയും പങ്കെടുക്കുന്ന ആളാണ്. ഈ മാത്യു പറഞ്ഞ ആളാക്കി അദ്ദേഹം കല്യാണാഘോഷ ഒരുപാട് കടപ്പുറത്തൊക്കെ വരുന്നതാണ്. ഇയാളെ അപ്രതീക്ഷിതമായിട്ട് ഇയാളെ നമ്മൾ കടൽച്ചാട്ട പരിപാടി സാധാരണ കാര്യം നാട്ടിലെ കല്ല് എങ്ങനെ വെച്ചാൽ കല്യാകലിയും ചക്കയമായി കൊണ്ടുവരുന്ന പ്ലാവിന് വരണ്ടിയില്ല. അത് കടപ്പുറത്തൊക്കെ വലിയ നീന്തൽ കല്യാകലിയെ കുയി അതിലേ പറ്റി കൊടുത്ത് അത് പറഞ്ഞ് കടലേക്ക് ചാട്ടാം. അങ്ങനെ നമ്മൾ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ പരിപാടി അപ്രതീക്ഷിതമായിട്ട് ഈ മാച്ച് ഒറ്റ ചാട്ടം കിടന്നു കടലേക്ക് ഒരു മടുത്തിട്ട് ഒരു ചാട്ടം അങ്ങനെ. അപ്പോൾ ഇയാളായാലും അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സാഹസികത്വം ഉണ്ടല്ലോ, അതിന് കുറച്ച് കേരളത്തിൽ പ്രസക്തി ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ ഈ കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാൻ പോകുന്നില്ല, പിന്നെ ഇങ്ങനെ സാഹസിക പ്രവർത്തിക്കും. അപ്പോൾ സാഹസിക പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ കള്ളാടി ഇതുണ്ടല്ലോ, ഇത് തുരങ്കപാതേൻ്റെ വർഷം വന്നല്ലോ തിരിച്ചിൽ. അപ്പോൾ അതിൽ കാണുന്നുണ്ട് വെച്ചാൽ 10 മരിച്ചിട്ടില്ലേ, ഒക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. കേരളത്തിൽ ആരുമില്ല. ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ കേരളീയർ അവിടെയുള്ള ആൾക്കാരെ പറഞ്ഞാൽ നമുക്ക് ഈ പാത വേണമെന്ന്. ഈ പാത വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന് അനുകൂലമല്ല പാതയ്ക്ക്. കാരണം ഞാൻ നാടിൽ കമ്മീഷൻ റിപ്പോർട്ട് ഉറപ്പാക്കുന്ന പറയണം, നമുക്ക് ബാധ്യത വേണ്ടല്ല ഇപ്പോൾ തന്നെ. പക്ഷേ ഈ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് 10 ആളെ പണിയെടുക്കാൻ സമ്മതിക്കാൻ പറ്റില്ല, ഒക്കെ അന്യസ്ഥാന തൊഴിലാളി വേണം. അപ്പോൾ ഈ നമ്മളാകെ ഒരു മടിയന്മാരും അരസന്മാരൊക്കെ ആയിട്ടിപ്പോൾ 15 നില 10 നിലയുള്ള ബിൽഡിങ്ങിനോട് കയറാൻ നമുക്ക് പറ്റില്ല, ഒക്കെ അന്യസ്ഥാന തൊഴിലാളി വേണം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാലമാണ് കേരളം, അങ്ങനെയുള്ള കാലമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാലത്തിൽ അപ്പോൾ സാഹസികനായി വരുന്ന ഇയാളൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണ്ട. അപ്പോൾ ഇയാളന്ന് ചെയ്ത് നമുക്ക് വലിയ കാര്യം എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവായിട്ട് സാഹസികമായിട്ട് ചെയ്യുന്ന മലയാളി നമുക്ക് കണ്ടെത്തണം. അതിൻ്റെ ഒരാളാണ് ഇയാളെ 2 വർഷം സൊസൈറ്റിയിലേക്ക്. ഞാൻ ഉജ്ജയിനിയുടെ തുടക്കത്തിൽ ആരംഭം മുതൽ വേണുട്ടൻ്റെ കൂട്ടത്തിലുള്ള ആളാണ്. എൻ്റെ പേര് മാത്യു എന്നാണ്, കോഴിക്കോട്. പ്രോപ്പർ ഞാൻ കോഴിക്കോടുകാരനല്ല, കോട്ടയം ജില്ലയിലെ പാലായിലുള്ള സ്ഥലത്ത് നിന്ന് കോഴിക്കോട് വന്ന് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ താല്പര്യമാണ്. ഉജ്ജയിനി സാമൂഹ്യ സാംസ്കാരിക ശ്ലേഷിക എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. അപ്പോൾ അത് കുറച്ച് കട്ടിയുള്ള പേരായതുകൊണ്ട് എന്ത് കുന്താനാണ്ടാന്ന് ആർക്കും മനസ്സിലാകുകയില്ല എന്നതിനെ കൊണ്ട് ആൾക്കാർ പറയുന്നത് ചോദിച്ചു ഇത് എന്തോന്നത്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങളതിൻ്റെ പേര് മാറ്റി. അതിന് ഉജ്ജയിനി തന്നെയാണ്, പക്ഷേ കട്ടിയുള്ള പേരൊക്കെ മാറ്റി സാംസ്കാരിക കേന്ദ്രമാക്കില്ല. അപ്പോൾ അങ്ങനെയാണ് അത്. അപ്പോൾ ആദ്യ കാലത്ത് എന്ത് സാംസ്കാരിക പ്രവർത്തനം ഉണ്ടെങ്കിലും ഇന്ധനം വേണമല്ലോ, ഫ്യൂവൽ. അല്ലെങ്കിൽ എണ്ണ അടിക്കാൻ വണ്ടിയിൽ എണ്ണ അടിക്കാൻ
ഉള്ള പണമാണല്ലോ. ഫണ്ടില്ലെങ്കിൽ നമ്മുടെ ഒരു പരിപാടിയും സാമൂഹ്യ പ്രവർത്തനവും ഓടിയല്ല. അപ്പോൾ അതിന് വേണുവേട്ടൻ കണ്ടുപിടിച്ച ഒരു ഉപായമാണ് നമുക്ക് മൊയിൽ വളർത്താം. അപ്പം ഈ വേണുവേട്ടൻ്റെ ഒരു സന്തത സഹചാരി കളത്തിൽ ബഷീർ എന്ന് പറഞ്ഞ ചങ്ങാതിയുടെ വാക്ക് കേട്ടാണ് അദ്ദേഹം ഈ മൊയിൽ വളർത്തലിലേക്ക് വന്നത്. മൊയിൽ വളർത്തലിലേക്ക് വന്ന് ഈ മൊയിലിനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ട് പോയി മൊയിലിനെ വാങ്ങിക്കൊണ്ട് വളർത്തി അതിനൊരു കൂടുമൊക്കെ ഒരാലയൊക്കെ ഉണ്ടാക്കി ഷെഡുണ്ടാക്കി അതിൽ ഭാഗ്യവശാൽ ഈ മൊയിലുകളെ പല പ്രകൃതി ക്ഷുദ്രജീവികൾ നായ്ക്കൾ ഇങ്ങനെയുള്ളതൊക്കെ വന്ന് പാമ്പ് വരും, നായ്ക്കൾ വന്ന് രാത്രി വന്ന് എല്ലാം കടിച്ച് ആകെ നാശവശമാക്കി. അപ്പോൾ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇതിലൊക്കെ ആദ്യം നമ്മളതിന് ബന്ധവസ്ഥായ ഒരു കൂടുണ്ടാക്കണം, സ്ട്രക്ചർ വേണം, എന്നിട്ട് വേണം നമ്മൾ ഈ മൊയിൽ വളർത്താനൊക്കെ. ഇതൊന്നും ചെയ്യാതെ കൊണ്ടിട്ട് വെറുതെ നെറ്റ് വലിച്ചു കെട്ടി നായ്ക്കെന്ത് നെറ്റ്, നായ് വന്ന് നെറ്റെല്ലാം മാന്തി കീറി മൊയിലിൻ്റെ കൈയും കാലെല്ലാം കടിച്ച് മുറിച്ച് ആകെ സങ്കടമായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു നെറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. ആ നെറ്റിട്ടു, ഇരുമ്പിൻ്റെ ഒരു നെറ്റ്. ആ നെറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് വളച്ചു വെച്ചു. എന്നിട്ടുണ്ടോ നായി വിടുന്നു. നായി പെരിച്ചായിൻ്റെ മാതിരി മണ്ണിൽ നിന്ന് മാന്തി അതിനുള്ളിൽ കിടന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഈ പരിപാടി ശരിയായില്ല. അങ്ങനെ അത് കോൺക്രീറ്റ് ചെയ്ത് ഒരു ബീമുണ്ടാക്കി അത് ചെറിയൊരു കോൺക്രീറ്റ് ബീമിനകത്ത് സെറ്റാക്കി നിർത്തി നായി വന്നാലും മാന്താത്ത വിധത്തിലാണ് എന്ന് ഞാൻ പ്രാക്ടിക്കലായിട്ട് ഞാൻ പിന്നീട് മനസ്സിലാക്കി. എനിക്കറിയത്തില്ലായിരുന്നു. അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കാനൊക്കെ ആയിട്ട് വന്നത്. അപ്പം ബഷീർക്കായി ഞാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി. ഞാൻ വേണുവേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പിണങ്ങിപ്പോയി. അപ്പോൾ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞാലും അത് നയപരമായ കാര്യങ്ങളിലുള്ള പിണക്കം, അല്ലാണ്ട് വിദ്വേഷമൊന്നുമില്ല. അങ്ങനെ പോയി എന്ന് പറയുക. അതിനിപ്പോൾ ഞാൻ സൈക്കിളിലാണ് കോഴിക്കോട് നിന്ന് വന്നത്. തിരിച്ച് തന്നെ സൈക്കിൾ ചവിട്ടി ഇവിടുന്ന് കൊയിലാണ്ടിയിൽ നിന്ന് സൈക്കിൾ ചവിട്ടി കോഴിക്കോട്ടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ സൈക്കിൾ കൊണ്ടുവന്ന കാരണം ഈ മൊയിലിന് ഒരു പ്രത്യേകതരം പുല്ലാണ് അത് തിന്നുക. അപ്പോൾ ഈ സൈക്കിൾ കൊണ്ട് പോയി റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ അവിടെ പുല്ലൊക്കെ പറിച്ച് ഈ സൈക്കിൾ വെച്ച് കിട്ടി ഞാൻ ഈ പുല്ലും കൊണ്ട് ഇങ്ങനെ പോകലുണ്ട്. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനിങ്ങനെ കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് കല്യാണാഘോഷം തുടങ്ങി. ഈ കല്യാണാഘോഷം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ശരിയാണ്, സാഹസികമായിട്ട് മുണ്ടും മടക്കി കുത്തി ആ കടലിലേക്ക് ചാടുകയും ഇങ്ങനെയൊക്കെ ചെയ്യും. ഞങ്ങൾ അങ്ങനെ ഇവിടെ കല്യാണാഘോഷങ്ങൾക്ക് വരും. ഇപ്രാവശ്യവും 2026 നമുക്ക് കല്യാണാഘോഷം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടോട്ടും പറഞ്ഞ് ഇങ്ങനെ പലരിയിലുള്ള ഒരാളുടെ ചികിത്സാർത്ഥം ഒരു ഫണ്ട് ശേഖരണത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ആഘോഷം വേണ്ട. അതിൽ ആഘോഷമൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു കൃഷി വകുപ്പിൻ്റെ ഒക്കെ സഹകരണത്തോടുകൂടി ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വന്നതാണ്. ശരി, നന്ദി, നമസ്കാരം. പ്രകൃതി ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ കുറേ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരാളുണ്ട് പത്മനാഭൻ, അദ്ദേഹത്തിന് ഇവിടെ ഒരു ആദ്യ സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് 2 വാക്ക് സംസാരിച്ചിരിക്കും. വേണുവേട്ടനെ പറ്റി പറയുമ്പോൾ ഇവിടെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് എല്ലാ ആൾക്കാർക്കും. നാടക സംഘത്തിന്, കളരിക്ക്, യോഗക്ക്, പിന്നെ കാർഷിക പ്രവർത്തനത്തിന്, എല്ലാറ്റിനും അവസരം ഒരുക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു നെടുന്തൂണായിട്ട് പോകുന്ന ഒരാളാണ്. നമ്മളൊരു കുടുംബത്തിലെ ഒരാളെ പോലെ, നമ്മളൊരു ആത്മീയമായ ഒരു സുഹൃത്താണ്. പിന്നെ പഴയ സോഷ്യലിസ്റ്റുകാരുടെ ഒരു സന്തതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പിന്നെ വിളിക്കുമ്പോൾ നമ്മളൊന്ന് വന്ന് നോക്കുക, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്ന്, ഞാനൊരു പ്രകൃതി ചികിത്സകനാണ്, യോഗ മാഷാണ്. അപ്പോൾ നമ്മൾ മരുന്നില്ലാതെ പിന്നെ മറ്റ് ഔഷധക്കൂട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം, ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നത്. അപ്പോൾ അതിൽ വേണുവേട്ടന് വളരെ താല്പര്യം തോന്നിയിട്ടാണ് എനിക്കിവിടെ ഒരു അവസരമൊക്കെ തന്നത്. പിന്നെ ഞാൻ ശരിക്കും പ്രോപ്പർ ഊരാളുങ്കലുകാരനാണ്, വടകര ഊരാളുങ്കലാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് കുറച്ച് കാലങ്ങളായി, 10-15 വർഷമായി ഇവിടെ തന്നെ. അപ്പം പിന്നെ എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയാണ്. ഞാൻ ജൈവ കർഷകരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഭാരവാഹിയാണ്. ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രാസവളമോ കീടനാശിനിയോ അല്ലെങ്കിൽ ഇല്ലാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്ത് അത് രുചിച്ച് ജീവിച്ച് ഇങ്ങനെ നമ്മൾ നിർവൃതി അടയണം എന്നുള്ളതാണ് നമ്മളെ ഒരു ഉൾവിൽ, ഒരു മോട്ടോ അതാണ്. ഔഷധം ഇല്ലാണ്ട് തന്നെ നമുക്ക് ജീവിക്കുകയും നമുക്ക് നമ്മുടെ ആഹാരം കണ്ടെത്തുകയും നല്ല ആഹാരം നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് അവനവനുണ്ട്. അത് ആളുകളെ ബോധ്യപ്പെടുത്തുക, പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർമ്മം.
ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തെങ്ങേറ്റ പരിശീലനം, യന്ത്രവൽക്കൃത തെങ്ങേറ്റ പരിശീലനം, വേറെ ജീവനം, മറ്റേ യോഗ, ഇവിടെ കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ കലാപരമായ പുറത്തുനിന്ന് പ്രോത്സാഹിച്ച സ്ഥലമായിട്ട് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് കേളപ്പൊജി പറ്റിയ നാടകം ഒരു രൂപപ്പെട്ട എവിടെയാണ്? ഗാന്ധി കേരള ഗാന്ധി തന്നെ ഒരാരും ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ദിവസം, ഇവിടെ ഒരു മാസം റിഹേഴ്സൽ നടത്തിയിട്ടാണ് നാടകം ഉണ്ടായത്. അതുപോലെ തന്നെ വേറെ പ്രമുഖമായ ഇന്ത്യത്തിനെ പെടുന്ന ഈ ചലച്ചിത്ര രംഗത്തുള്ള ഏറ്റവും നല്ല അവാർഡ്, ഏറ്റവും നല്ല സംവിധായകന് അവാർഡ് കിട്ടിയ ആളാണ് സുധീർ അല്ലേ? സുധീർ അദ്ദേഹം കൂടെ ഉണ്ട്. നാടക ഇതൊക്കെ കെട്ടി അങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഇവിടെ നാടക സംവിധാനം ചെയ്യാൻ പോകുന്നത്. നാടകത്തെ പറ്റി രണ്ടതൊക്കെ പറയാം. അതിവിടെ ഈ പ്രമൈസിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സത്യമായിട്ടും അത് വേണുവേട്ടനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് ഒരു കോടിക്കണക്കിന് രൂപ ആസ്തി ഉള്ളൊരു സ്ഥലമാണിത്. അദ്ദേഹത്തിൻ്റെ സ്വത്താണ്. അദ്ദേഹം ഇത് ഈ പരമ്പരാഗതമായ അല്ലെങ്കിൽ നമ്മുടെ കൈമോശം വന്നിട്ടുള്ള കലകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വ്യക്തി ഇങ്ങനെ നിലകൊള്ളുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇതിൽ നിന്ന് അയാൾക്ക് 5 പൈസ ലാഭമില്ലെന്ന് എനിക്കറിയാം. ഇത് എത്രയോ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രമൈസാണ്. കൊയിലാണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ ഇത്രയും മനോഹരമായ, ഞാൻ ഈ കൊയിലാണ്ടി മുഴുവൻ അലഞ്ഞ് നടന്നിട്ട് ഒരു സ്ഥലം വേണം നമുക്ക് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ സീരിയസ് ആയ ഇൻ്റർനാഷണൽ പ്ലേ ചെയ്യാൻ വേണ്ടി സ്ഥലം വേണമെന്ന് അന്വേഷിച്ചെടുത്ത് അവസാനം കണ്ടെത്തിയൊരു ഇടമാണിത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് കേട്ടോ, ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരിക്കുകയും എനിക്ക് വളരെ അയാളുടെ സംതൃപ്തി മാത്രമാണ് ആക്കുക. അയാൾക്ക് 5 പൈസ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ആക്ടിവിറ്റി അല്ല ഇവിടെ. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ കൊയിലാണ്ടി വെച്ച് ഇത്തരത്തിലുള്ളൊരു പ്ലേ ചെയ്യാൻ പറ്റുന്നത്. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനാണുള്ളത്. അദ്ദേഹം എന്നോടല്ല, ഞാനല്ല അദ്ദേഹത്തോട് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഇത് നോക്കൂ, നിങ്ങൾ ഈ സ്ഥലം മുഴുവൻ കാണിക്കും. ഇത് മനസ്സിലായില്ലേ? ഇത് ഇത്രയും വലിയൊരു ഇടത്ത് അയാൾ കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്നു, ആൾ കളരിയെക്കുറിച്ച് സംസാരിക്കുന്നു, ആൾ കലയെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നെ പോലെയുള്ള ആളുകളെ സ്വീകരിക്കുന്നു. എനിക്ക് അതിൻ്റെ മനസ്സിലായി, എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരുന്നു. ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിൽ എവിടെ വെച്ച് ചെയ്യുന്നതിനേക്കാളും ആദായമാണ് സത്യത്തിൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു പ്രമൈസ് ഉണ്ടായിരിക്കുകയും ഇത് സർക്കാർ പോലും ഈ ഒരു സ്ഥാപനത്തിൽ ഇടപെടണം എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സർക്കാർ ഒരുപാട് തരത്തിലുള്ള ഫണ്ടുകൾ വെറുതെ എഴുതി തള്ളുകയും ഒരു പ്രാക്ടീസ് നടക്കാതെയും കഴിഞ്ഞു പോകുന്ന എത്രയോ സ്ഥാപനങ്ങളെ എനിക്കറിയാം. ഇവിടെ വളരെ ആക്റ്റീവായിട്ട് നടക്കാൻ സാധ്യതയുള്ള സൗകര്യമുള്ള ഒരിടത്തെ സർക്കാർ ഫണ്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അയാൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തും സ്വന്തം സ്ഥലത്തെ വിട്ടുകൊടുത്തും സാക്രിഫൈസ് ചെയ്യുകയാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, നമ്മളതിനെ കൈകാര്യം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കൂടെയല്ല, അദ്ദേഹം നമ്മളെ കൂടെ നിൽക്കുകയാണ്. അതൊരു വലിയ സംഗതിയാണ്. അതെ, ഇങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ആധുനിക കാലത്ത് ആരും നടത്തുന്നില്ല. ഞാൻ പോലും ആധുനിക കല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വിമർശിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം മനസ്സിലായി, എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ, അല്ലാതെ വേറെ എന്താ പറയേണ്ടത്. ഇവിടെ എന്നെപ്പോലത്തെ ഒരാൾ ജസ്റ്റ് ഒരു ഗസ്റ്റാണ്, ഒരു വിസിറ്ററാണ്. എൻ്റെ നാടക പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു ഇടം അന്വേഷിച്ച് വന്നെത്തിപ്പെട്ടത് കൊയിലാണ്ടിയിലുള്ള ഇടം. ഇതെന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയിലെ മുഴുവൻ സ്ഥലങ്ങളെയും ഞാൻ പരിശോധിച്ചിട്ടാണ് അവസാനം ഈ സ്ഥലം കണ്ടത്. അപ്പോൾ ഇത്രയും